പിണറായി സർക്കാരിൻ്റെ ഏറ്റവും മേൽത്തട്ടിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ മന്ത്രിസഭ പാസ്സാക്കുന്ന എല്ലാ തീരുമാനങ്ങളും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പരിശോധനയ്ക്കും ആ ഒപ്പീനിയൻസിനും ശേഷം മാത്രമാണ് ബില്ലുകളായിട്ട് മാറുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഏത് തീരുമാനമെടുത്താലും, ഏത് ബിസിനസ് കാര്യം, ഏത് ഡീല് ചെയ്താലും, ഏത് നിയമം പാസ്സാക്കിയാലും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശങ്ങളും അതിൻ്റെ അഭിപ്രായങ്ങളും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കലും എല്ലാം വിധേയമായിട്ടാണ് സർക്കാരുകൾ, മന്ത്രിസഭകൾ ഓരോ തീരുമാനമെടുക്കുന്നത്. അപ്പം സർവീസ് തലത്തിലുള്ള IAS റാങ്കിലുള്ള ക്യാബിനറ്റ് സെക്രട്ടറിമാരാണ്, ചീഫ് സെക്രട്ടറിമാരാണ് ആ തീരുമാനങ്ങളെടുക്കുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് മറ്റ് ക്യാബിനറ്റ് സെക്രട്ടറിമാർ, മറ്റ് IAS ഉദ്യോഗസ്ഥന്മാർ എല്ലാം വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആണ് ഭരണത്തലവനായിട്ട് വരുന്ന മേധാവി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പിണറായി സർക്കാരിൻ്റെ മേധാവികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജയിലിൽ പോയ മേധാവി ഒരു ചീഫ് സെക്രട്ടറി ശിവശങ്കരൻ നായർ ജയിലിൽ അഴിമതി ആരോപണത്തിൽപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിവോട് കൂടെയാണ് സ്വർണം വിദേശത്ത് നിന്ന് ഈ കേരളത്തിലേക്ക് കടത്തിയത്, ഇന്ത്യയിലേക്ക് കടത്തിയത് എന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് ശിവശങ്കരൻ നായർ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. അന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആവുന്നിടത്തോളം ചുമക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. അവസാനം ജയിലിൽ പോയപ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാനോ തള്ളിപ്പറയാനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായത്. ഇപ്പോൾ ഇത് അടുത്ത ചീഫ് സെക്രട്ടറി വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുണ്ടാക്കി കോടികൾ കുമിഞ്ഞുകൂടി ഡൽഹിയിലും കൊല്ലത്തും എറണാകുളത്തും എല്ലാം ഫ്ലാറ്റുകളും ആസ്തികളും കോടികളുടെ വരുമാനം, കോടികളുടെ എമൗണ്ട് ട്രാൻസാക്ഷൻ ഭാര്യയുടെ അക്കൗണ്ടിൽ, ഇതെല്ലാം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് വന്നു ചേരുന്നത്? അപ്പം സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ക്യാബിനറ്റ് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അറിഞ്ഞുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും ക്ലോസ് റിലേഷനുള്ള ഭരണതലത്തിലെ ഓഫീസറാണ് ക്യാബിനറ്റ് ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്ന ക്യാബിനറ്റ് റാങ്കിലുള്ള ചീഫ് സെക്രട്ടറി. അപ്പോൾ ഭരണത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ എല്ലാ ഫയലുകളും, എല്ലാ നയപരമായിട്ടുള്ള കാര്യങ്ങളും, എല്ലാ തീരുമാനങ്ങളും ചീഫ് സെക്രട്ടറി കൂടി അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പലപ്പോഴും കേരളത്തിൻ്റെ CM-നെ, പിണറായി വിജയനെ ജനങ്ങൾക്ക് നേരിട്ട് സമ്മതിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആൾ ചീഫ് സെക്രട്ടറിയാണ്. ഈ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ കോടികളുടെ സമ്പാദ്യം കുമിഞ്ഞുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വൈഫിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൽ പോലും കോടികൾ ക്രമാതീതമായിട്ട് പണം വരികയും ചിലവാക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള രേഖകൾ കോടതി മനസ്സിലാക്കുകയും അദ്ദേഹത്തെ കോടതി അന്വേഷണം നടത്തി ഒരു CBI-യെ കൊണ്ട് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ബഹുമാനമുള്ള കേരള ഹൈക്കോടതി പോലും പരാമർശം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ധനമന്ത്രിക്കെതിരായിട്ട് പണ്ട് KM മാണിക്കെതിരായിട്ട് സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്നുള്ള ഒറ്റ പരാമർശം ഹൈക്കോടതി നടത്തിയപ്പോൾ അദ്ദേഹം അന്ന് രാജിവെച്ചു പോയി. ഇപ്പം കേരളത്തിൻ്റെ പ്രമുഖനായിട്ടുള്ള ഭരണാധികാരി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനെ നാണവും മാനവും കോണവും ഇല്ലാതെ അത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് പുതുമയുള്ളതല്ല. കാരണം ആയിരം തവണ ഈ സർക്കാരിനെതിരെയും ഈ സർക്കാരിലെ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ടും ഈ സർക്കാരിലെ മന്ത്രിമാർക്കെതിരായിട്ടും നിരവധി തവണ കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ട്, നിരവധി ആരോപണങ്ങളുണ്ടായിട്ടുണ്ട്, കേസുകളുണ്ടായിട്ടുണ്ട്. അവർക്കതിലൊന്നും യാതൊരു ക്രൂസലുമില്ല. മകളുടെ ഏറ്റവും അവസാനം വന്ന മകളുടെ പേരിലുള്ള കേസ് പോലും അഴിമതി കേസാണ്, എന്നിട്ട് പോലും അവരത് സീരിയസ് ആയിട്ട് കാണുന്നില്ല, അതൊരു സീരിയസ് കേസായിട്ട് അവർ പരിഗണിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ ജനങ്ങളോട് പറഞ്ഞത്. അപ്പം മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും പുതുമയൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കും വീട്ടിലെ അക്കൗണ്ടിലേക്കും വൈഫിൻ്റെ അക്കൗണ്ടിലേക്കും ഇത്രയധികം അഴിമതിയായിട്ടുള്ള കള്ളപ്പണം വന്നു കയറണമെങ്കിൽ, അമിതമായിട്ടുള്ള പണം വന്നു കയറണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ചരടിൽ നിന്ന് കാര്യങ്ങൾ നടക്കാതെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ
എന്തിനാണ് ആൾക്കാർ ഇത്രയധികം കള്ളപ്പണം ക്യാബിനറ്റ് റാങ്കിലുള്ള ഈ ചീഫ് സെക്രട്ടറിക്ക് നൽകുന്നത്? കെ.എ. എബ്രഹാമിൻ്റെ കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത IAS തലത്തിലെ ഏറ്റവും മുകളിലുള്ള മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത എപ്പോഴും കൂടെ നടക്കേണ്ടതായിട്ടുള്ള ഏത് കാര്യവും തീരുമാനം എടുക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ അറിവും സമ്മതവും സിഗ്നേച്ചറും ഒക്കെ വേണമെന്നുള്ള തലത്തിലുള്ള ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ്, മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനാണ്, മുഖ്യമന്ത്രിയുടെ അടുത്ത് സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് സ്വാധീനമുള്ള IAS തലത്തിലുള്ള ഈ ഉദ്യോഗസ്ഥന് ഇത്രയധികം കോടികൾ വരണമെങ്കിൽ ആ മന്ത്രിസഭയിലെയും മുഖ്യമന്ത്രിയുടെയൊക്കെ അറിവും സമ്മതവും ഇല്ലാതെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അങ്ങനെ വ്യവസായികളും ബിസിനസ്സുകാരും പണക്കാരുമെല്ലാം ബാർ ലൈസൻസിനും മറ്റുള്ള കാര്യങ്ങൾക്കും കള്ളക്കടത്ത് നടത്തുന്നതിനും എല്ലാം പണം ഇവർക്ക് സ്വാധീനമായിട്ട് കള്ളപ്പണം നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈക്കൂലി നൽകിയിട്ടുണ്ടെങ്കിൽ അത് മന്ത്രിമാർ അറിയാതെ എങ്ങനെയാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത്? ഒരു മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുന്നത്? അപ്പം ഇവരെല്ലാവരും ഒരേ ട്രാക്കിലുള്ളവരാണെന്ന് വളരെ വ്യക്തമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമനും രണ്ടാമനും, അപ്പോൾ ഒന്നാമൻ മുഖ്യമന്ത്രിയാണെങ്കിൽ രണ്ടാമൻ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഇത്രയധികം കള്ളപ്പണം വരവിൽ കവിഞ്ഞ സ്വത്ത് പണം വന്ന് അക്കൗണ്ടിൽ വന്ന് കുമിഞ്ഞുകൂടിയെങ്കിൽ, കോടികൾ വന്ന് കുമിഞ്ഞുകൂടിയെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒന്നാം നമ്പറുകാരൻ ഒപ്പിടാതെയും ഒന്നാം നമ്പറുകാരൻ അറിയാതെയും കേരളത്തിൽ ഒരു കാര്യവും നടക്കുകയില്ല, ഒരു കാര്യവും നേടിയെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ രണ്ടാം നമ്പറുകാരൻ കള്ളപ്പണം അല്ലെങ്കിൽ അമിതമായിട്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നാം നമ്പറുകാരൻ്റെ കൂടി സഹായം ഉണ്ടായിരിക്കും എന്നുള്ളത്, ഈ ഒന്നാം നമ്പറുകാരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ മലയാളികൾക്ക് യാതൊരു സംശയവും ഇല്ല. അത് മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഇവന്മാരെല്ലാം കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെയും അഴിമതിയുടെയും ഭാഗമായിട്ടുള്ള ടീം തന്നെയാണ്.